ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. നയിക്കുന്ന മഹായുതി സഖ്യത്തിന്റെ മുന്നേറ്റം 227 അംഗ കോർപ്പറേഷനിൽ സഖ്യം 100-ലധികം വാർഡുകളിൽ മുന്നേറുകയാണ്. ശിവസേന ഉദ്ധവ് എം.എൻ.എസ് സഖ്യത്തിന് 60-ലധികം വാർഡുകളിൽ മാത്രമാണ് ലീഡ്. ഇതോടെ 29 വർഷത്തിനു ശേഷം ശിവസേനയ്ക്ക് ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെടുകയാണ്. ഭൂരിപക്ഷം കോർപ്പറേഷനുകളിലും ബി.ജെ.പി. സഖ്യമാണ് മുന്നിൽ. ആർ രാഗേഷ് ഉണ്ട്. രാഗേഷ്, എക്സിറ്റ് പോൾ ഫലങ്ങൾ അത് വളരെ കൃത്യമാവുകയാണോ? അതെ രഞ്ജിത്ത്, അത് ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ മഹായുതി സഖ്യത്തിന്റെ പ്രകടനം. അങ്ങനെ 29 വർഷത്തിന് ശേഷം ശിവസേനയ്ക്ക് ഗ്രേറ്റർ മുംബൈ കോർപ്പറേഷന്റെ ഭരണം നഷ്ടമാകുന്നു. ആ നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. 227 വാർഡുകളിൽ ഇപ്പോൾ 124 വാർഡുകളിൽ ബി.ജെ.പി. നയിക്കുന്ന മഹായുതി സഖ്യത്തിന് ലീഡുണ്ട്. അതിൽ തന്നെ ബി.ജെ.പിക്ക് ഏതാണ്ട് 95 വാർഡുകളിൽ വിജയിക്കുകയോ അല്ലെങ്കിൽ ലീഡ് ചെയ്യുകയോ ചെയ്യുന്നുണ്ട്. ശിവസേന ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിന് ഏതാണ്ട് 27 വാർഡുകളിൽ അവരും ലീഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് നിലവിലെ സാഹചര്യം. ശിവസേനയും എം.എൻ.എസും കൈകോർത്തിട്ടും അവിടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഏതായാലും ഉദ്ധവ് ഠാക്കറേക്കും ഒപ്പം തന്നെ രാജ് ഠാക്കറേക്കും സാധിക്കുന്നില്ല. 68 സീറ്റുകളിൽ മാത്രമാണ് സഖ്യം ലീഡ് ചെയ്യുന്നത്. 97 മുതൽ 2022 വരെ ശിവസേനയാണ് തുടർച്ചയായി രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ കോർപ്പറേഷൻ ഭരിച്ചത്. അതേതായാലും ഇത്തവണ നഷ്ടപ്പെടുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. മാത്രവുമല്ല, മുംബൈയിൽ മാത്രമല്ല 29 കോർപ്പറേഷനിൽ ഏതാണ്ട് 20-ലധികം കോർപ്പറേഷനുകളും സമാനമായ സാഹചര്യം നിലനിൽക്കുന്നു. മുംബൈ കഴിഞ്ഞാൽ ഏറ്റവും വലിയ കോർപ്പറേഷനാണ് പൂനെ. അവിടെയും ഏതായാലും ബി.ജെ.പി. സഖ്യം മഹായുതി സഖ്യം തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. പൂനെയിലെ തെരഞ്ഞെടുപ്പിനെ തന്നെ ഇത്തവണ വ്യത്യസ്തമാക്കിയത് എൻ.ഡി.എയിലുള്ള അജിത് പവാർ പക്ഷവും മഹാസഖ്യത്തിന്റെ ഭാഗമായ ശരത് പവാറിന് നേതൃത്വം നൽകുന്ന എൻ.സി.പിയും അവിടെ ആ കോർപ്പറേഷനിൽ കൈകോർത്തുകൊണ്ടാണ് മത്സരിച്ചത്. പക്ഷേ ഈ രണ്ട് സഖ്യങ്ങളും ഒന്നിച്ചിട്ട് പോലും അവിടെ മഹായുതി സഖ്യം തന്നെ ലീഡ് ചെയ്യുന്നു. സമാനമായ സാഹചര്യം തന്നെയാണ് പിമ്പിരി ചിഞ്ചുവാഡിലും ഉണ്ടായിരിക്കുന്നത്. അവിടെ രണ്ട് സഖ്യങ്ങളും കൈകോർക്കുന്നെങ്കിലും മഹായുതി സഖ്യത്തിനാണ് ലീഡുള്ളത്. കൂടാതെ കോലാപൂരിലും നാഗ്പൂർ, നാസിക് തുടങ്ങിയ കോർപ്പറേഷനുകളിലും ബി.ജെ.പി. തന്നെയാണ് മുന്നിലുള്ളത് എന്നാണ് ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതുകൂടാതെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടന്ന ഒന്ന് താനെ കോർപ്പറേഷനായിരുന്നു. പ്രത്യേകിച്ച് ഏക്നാഥ് ഷിൻഡെയുടെ ശക്തി കേന്ദ്രം എന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന നഗരമാണ് താനെ. അവിടെ ഏതായാലും ഷിൻഡെ വിഭാഗം അല്ലെങ്കിൽ മഹായുതി സഖ്യം തന്നെയാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. രഞ്ജിത്ത്. ആർ രാഗേഷ് വിവരങ്ങൾ പങ്കുവച്ചു.